الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ട് സാക്ഷാൽ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയാണ്. വേനലവധി കഴിഞ്ഞ് നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുകയും നമ്മുടെ കുഞ്ഞുമക്കൾ വളരെ ആഹ്ലാദത്തോടുകൂടി അക്ഷരങ്ങളുടെ അറിവിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. മുതിർന്നവരുടെ വിരലിൽ പിടിച്ച് കളിച്ചും ചിരിച്ചും കരഞ്ഞും കുട്ടികൾ കലാലയങ്ങളിലേക്ക് പോകുന്ന കാഴ്ച വളരെ ആഹ്ലാദകരമാണ്, അങ്ങേയറ്റം ചേതോഹരമാണ്. നമ്മളൊക്കെ ആ ദൃശ്യം കാണുമ്പോൾ കുറെ വർഷങ്ങൾക്കപ്പുറം നമുക്കും ഇങ്ങനെ ഒരു ഇന്നലെ കടന്നുപോയിട്ടുണ്ട് എന്ന് വളരെ ഗൃഹാതുരത്വത്തോടുകൂടി ഓർക്കുകയും ചെയ്യുന്നുണ്ട്. മുതിർന്നവരുടെ കയ്യിൽ പിടിച്ച് പുസ്തകസഞ്ചിയും തൂക്കി സ്കൂളിലേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചവർ, അല്ലെങ്കിൽ പോകാൻ സൗഭാഗ്യം കിട്ടാത്ത ആളുകൾ, ഞങ്ങൾക്ക് കിട്ടാതെ പോയ ആ ഭാഗ്യം ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ആവോളം ലഭിക്കണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി തീർച്ചയായും ആ കാഴ്ച കാണുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരം ഒരു
ആഹ്ലാദകരമായ വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭത്തിൽ അറിവിനെ സംബന്ധിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ വളരെ അടിസ്ഥാനപരമായ ഗൗരവമായ ചില ആലോചനകൾ കൂടി ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഈ ഖുതുബ. തീർച്ചയായും നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാം ഭൗതികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ അറിവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വിദ്യാഭ്യാസ സങ്കല്പങ്ങളും അടക്കം ഇന്ന് ഭൗതികവൽക്കരണത്തിന് വിധേയമാവുകയാണ്. എല്ലാം ഭൗതികതയുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന ഒരു സമീപനം ഇന്ന് വ്യാപകമാണ്. ജീവിതം കമ്പോള കേന്ദ്രീകൃതമായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ അത് അത്ഭുതമല്ല. മാർക്കറ്റാണ് എല്ലാം നിശ്ചയിക്കുന്നത്. നമ്മുടെ സങ്കല്പങ്ങളെയും സ്വപ്നങ്ങളെയും കാഴ്ചപ്പാടുകളെയും പോലും നിർണയിക്കുന്നത് മാർക്കറ്റായി തീരുന്ന ഒരു ചരിത്രസന്ധിയിൽ തീർച്ചയായും അറിവിനെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ വീക്ഷണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഭൗതികവൽക്കരിക്കപ്പെട്ടു പോകുന്നില്ലേ എന്ന ആശങ്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും വിലപ്പെട്ട വിദ്യാഭ്യാസം ഏതാണ്? ഏറ്റവും മൂല്യവത്തായത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന വിദ്യാഭ്യാസം ഏതാണ്? നമുക്കൊക്കെ അറിയാം, വളരെ വില കൊടുത്ത് വാങ്ങുകയും വളരെ പണം മുടക്കി അഭ്യസിക്കുകയും പിന്നീട് വളരെ വളരെ പണം ഉണ്ടാക്കുകയും ചെയ്യാൻ കഴിയുന്ന വിദ്യാഭ്യാസമേതോ അതാണ് ഇന്ന് വിലപ്പെട്ട വിദ്യാഭ്യാസം. അതാണ് എല്ലാവരും മോഹിക്കുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന, തങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം. അതിനിടയിൽ ധാർമ്മികതയെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും അമ്പിയാക്കന്മാര് പകർന്നു നൽകിയ പാഠങ്ങളെക്കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നിഷേധികളുടേതായി സൂചിപ്പിച്ച ഒരു മനോഭാവം അറിഞ്ഞോ അറിയാതെയോ എന്റെയും നിങ്ങളുടെയും ഉള്ളിലേക്ക് കടന്നുവരുന്ന ഒരു സന്ദർഭം. നീ പ്രപഞ്ചനാഥനായ ലോകരക്ഷിതാവായ തമ്പുരാന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് കേൾക്കുമ്പോൾ ഇനിയില്ല അസാത്തീറുൽ അവ്വലീൻ, അതൊക്കെ പണ്ടുകാലത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടുപോരുന്ന ചില പഴംപുരാണങ്ങളും ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും മാത്രമാണ്. അതിനൊക്കെ ഈ കാലഘട്ടത്തിൽ ആരെ കിട്ടാനാണ് എന്ന് ചോദിക്കുന്ന നിഷേധികളുടെ ഒരു മനോഭാവം വിശ്വാസികൾക്ക് പോലും വന്നുപോകുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അൽ ഇൽമു എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസമാണല്ലോ. മഹാനായ ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ അൽ ഇൽമു മഅരിഫത്തുൽ ഹുദാ ബിദലീലിഹി എന്ന്. അൽ ഇൽമു മഅരിഫത്തുൽ ഹുദാ, ഈ ഹിദായത്തിനെ സംബന്ധിച്ച ദൈവിക സന്മാർഗത്തെക്കുറിച്ച് അതിന്റെ ദൃഷ്ടാന്തങ്ങൾ സഹിതം അറിയലാണ് യഥാർത്ഥത്തിൽ അൽ ഇൽമു, യഥാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നത്. ആ അൽ ഇൽമിലേക്ക് എത്തിക്കുന്നതായിരിക്കണം ബാക്കി എല്ലാ ഇൽമുകളും. അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണ്. ഈ അൽ ഇൽമിലേക്ക് എത്തിക്കുന്നതായിരിക്കണം എല്ലാ ഇൽമുകളും. പക്ഷേ ഇന്ന് നമ്മൾ ആ യഥാർത്ഥ വിജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന കേവലം ശാഖകൾ മാത്രമായ വിജ്ഞാനങ്ങളെ സർവസ്വങ്ങളായി കാണുകയും അതാണ് ഏറ്റവും പ്രധാനമെന്ന് ചിന്തിക്കുകയും അതിനൊപ്പിച്ച് നമ്മുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തെ പോലും മാറ്റിത്തീർക്കുകയും ചെയ്യുന്നു. വളരെ തുറന്ന മനസ്സോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരികളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പറയുന്നത് ഖുർആൻ പഠനത്തിന് സമയം, അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമികമായ വിദ്യാഭ്യാസത്തിന്റെ സമയം എത്ര ചുരുക്കാമോ അത്രയും ചുരുക്കിക്കൊണ്ട് എങ്ങനെയാണോ മറ്റതിനൊപ്പിച്ച് ഇത് മാറ്റിയെടുക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്, എന്ന് പറഞ്ഞാൽ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന ഒരു രീതിയാണ് അറിഞ്ഞോ അറിയാതെയോ എന്ന് മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം.
ഈ വിഷയത്തിൽ യഥാർത്ഥമായ ഇൽമിലേക്ക്, യഥാർത്ഥ വിദ്യയിലേക്ക്, അടിസ്ഥാനപരമായ വിജ്ഞാനത്തിലേക്ക് എവിടെയാണ് നമുക്ക് പാകപ്പിഴവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു മുഹാസബ, ഒരു ആത്മവിചിന്തനം നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനുഷ്യരാശിയുടെ കയ്യിൽ ആകപ്പാടെ 3 ഇൽമുകളാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ, അറിവിന്റെ 3 സ്രോതസ്സുകളാണ് മനുഷ്യന്റെ കയ്യിലുള്ളത്. 4ാമത് ഒരു അറിവ് മനുഷ്യലോകത്തിന് പരിചയമില്ല. ലളിതമായി മനസ്സിലാക്കാൻ നമുക്കതിനെ ഇങ്ങനെ പറയാം. ഒന്നാമതായി സയൻസിന്റെ ഇൽമ് അഥവാ ശാസ്ത്രത്തിന്റെ അറിവ് എന്ന് പറയുന്ന വിജ്ഞാനം. എന്താണ് സയൻസിന്റെ ഇൽമിന്റെ പ്രത്യേകത? തീർച്ചയായും അത് പരീക്ഷണങ്ങളുടെ ലോകമാണ്, നിരീക്ഷണങ്ങളുടെ ലോകമാണ്. പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്നുണ്ടാകുന്ന നിഗമനങ്ങളുടെ ലോകമാണ്. ആ നിഗമനങ്ങളുടെ ഇൽമിനാണ് നമ്മൾ സയൻസിന്റെ ഇൽമ് എന്ന് പറയുന്നത്. അത് ആത്യന്തികമായ സത്യത്തിന്റെ ഇൽമല്ല. അതിന് ലബോറട്ടറി വേണം, അതിന് ഭൗതിക വസ്തുക്കൾ വേണം, പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെ മനുഷ്യൻ അവന് സിദ്ധമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങളുടെ സഞ്ചയമാണ് യഥാർത്ഥത്തിൽ സയൻസ് എന്ന് പറയുന്നത്. അതിനപ്പുറം ഒന്നുമല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ വിവരങ്ങൾ നേടുന്നത്, വിനിമയങ്ങൾ നടത്തുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് സിദ്ധമാകുന്ന വിജ്ഞാനത്തിന് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് കാണാൻ, കേൾക്കാൻ, മണത്തറിയാൻ ഒക്കെ കഴിവുകളുണ്ട്. പക്ഷെ ഈ കഴിവുകളൊന്നും എല്ലാം അത് സംബന്ധമായിട്ട് എല്ലാം നേടിയെടുക്കാനുള്ള കഴിവുകളല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, കാണാനുള്ള കഴിവുണ്ട് നമ്മുടെ കണ്ണുകൾ, പക്ഷെ എല്ലാം കാണാനുള്ള കഴിവില്ല. ഒരു നിശ്ചിതമായ ദൂരത്തുള്ള വസ്തുക്കളെ മാത്രമേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയൂ. നമ്മുടെ കാതുകൾക്ക് കേൾവിശക്തിയുണ്ട്, പക്ഷെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദങ്ങളെയും സ്വീകരിക്കാനുള്ള ശക്തി നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങൾക്കില്ല. ഒരു പ്രത്യേക തരംഗദൈർഘ്യത്തിലുള്ള ശബ്ദവീചികളെ മാത്രമേ നമ്മുടെ കർണപുടങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. തീർച്ചയായും ഈ പ്രപഞ്ചത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ശബ്ദങ്ങളെ തിരിച്ചറിയുന്ന ജീവജാലങ്ങളും ജന്തുക്കളുമുണ്ട്. ഇത് നമ്മുടെ എല്ലാ കഴിവുകൾക്കും ബാധകമാണ്. നമ്മുടെ ബുദ്ധിക്ക് ബാധകമാണ്, നമ്മുടെ ചിന്തകൾക്ക് ബാധകമാണ്, നമ്മുടെ അന്വേഷണങ്ങൾക്ക് ബാധകമാണ്. എല്ലാ അർത്ഥത്തിലും പരിമിതമായ കഴിവുകളുള്ള മനുഷ്യൻ പദാർത്ഥ ലോകത്തെക്കുറിച്ച് നടത്തുന്ന പഠന നിരീക്ഷണങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന നിഗമനങ്ങളും മാത്രമാണ് സയൻസ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് ഉപകരണങ്ങൾ നമുക്കറിയാം, മനുഷ്യന്റെ ജീവിതത്തെ സുഗമമാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ അവന്റെ അന്വേഷണങ്ങളെ സഹായിക്കുന്ന ഒത്തിരി ഉപകരണ സാമഗ്രികളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ഉപകരണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വികസിതമായ വിപുലീകരണം മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അതിന്റെ കഴിവുകളുടെ വിപുലീകരണം എന്ന അർത്ഥത്തിലല്ലാതെ ലോകത്ത് ഒരു ഉപകരണവും ശാസ്ത്രത്തിന്റെ പക്കലില്ല എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെയുള്ള ഒരുപാട് ഉപാധികളിലൂടെ പരിമിത ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ കണ്ടെത്തുന്ന നിഗമനങ്ങളുടെ സഞ്ചയം മാത്രമാണ് സയൻസ്. അത് ആത്യന്തികമായ ഒരു സത്യത്തിന്റെ ലോകമല്ല എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് സയൻസിന്റെ ലോകത്ത് തിരുത്തലുകൾ ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ സംഭവിച്ചത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, ശാസ്ത്രലോകത്ത് സംഭവിച്ച തിരുത്തലുകളെ പുസ്തകങ്ങളിലാക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് ഓള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥാവലികൾ എഴുതേണ്ടി വരും. തിരുത്തലുകളുടെ കഥയാണ് ശാസ്ത്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ, നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. വലിയ ശാസ്ത്രകാരന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, സൂര്യൻ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു ഗോളമാണ് എന്നായിരുന്നു ഒരുപാട് കാലത്തെ ശാസ്ത്ര നിഗമനം. കോപ്പർനിക്കസിനെ പോലുള്ള മഹാപ്രതിഭാശാലികളായ സയന്റിസ്റ്റുകൾ പോലും മരിക്കുന്നതുവരെ മരിച്ചതുപോലും ഈ വിശ്വാസത്തോടുകൂടിയാണ്, സൂര്യൻ നിശ്ചലമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ LKG ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കറിയാം, സൂര്യൻ നിശ്ചലമല്ല. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. വിശുദ്ധ ഖുർആൻ 14 ശതകങ്ങൾക്കപ്പുറം ഉണർത്തിയതുപോലെ
സൂര്യൻ അതിന്റെ സഞ്ചാരപഥങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അറിയുന്നവനായ പ്രതാപിയായ തമ്പുരാന്റെ നിശ്ചയമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ ആലോചിച്ച് നോക്കൂ, സൂര്യൻ നിശ്ചലമാണ് എന്ന് സയൻസ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയിൽ, ഒരു ശാസ്ത്രവിജ്ഞാന പരീക്ഷയിൽ സൂര്യൻ ചലിക്കുന്നുണ്ടോ നിശ്ചലമാണോ എന്ന ചോദ്യത്തിന് നിശ്ചലമാണ് എന്നെഴുതിയാൽ, എന്ന അസത്യം എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ. അങ്ങനെ ഒരു കാരണം അന്നത്തെ സയൻസ് അതായിരുന്നു. പക്ഷെ ഇന്നെല്ലാവർക്കും അറിയാം സൂര്യന് എല്ലാ ഗോളങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്കങ്ങനെ പറയാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെ ഒരു പരാമർശം, അല്ലാഹു ഈ ആകാശമണ്ഡലത്തെ ഒരു സുരക്ഷിത മേൽപ്പുരയാക്കി. സഖഫും മഹ്ഫൂൽ, സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കി. ഈ അടുത്ത കാലം വരെയും ഖുർആൻ വിരോധികളായ ആളുകൾ, മതവിരുദ്ധരായ ആളുകൾ, ശാസ്ത്രവാദികൾ പരിഹാസ്യപാത്രമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരായത്താണ് വിശുദ്ധ ഖുർആനിലെ വജഅൽന സ്സമാഅ സഖഫൻ മഹ്ഫൂല. ആകാശം ഒരു മേൽപ്പുരയാണെന്നാണ് ഖുർആൻ പറയുന്നത് എന്ന് കളിയാക്കിയിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇന്നെല്ലാവർക്കും അറിയാം ആകാശത്ത് ആ മേൽപ്പുരയുണ്ട് എന്ന്. അല്ല, ആ മേൽപ്പുരക്ക്, ആ ഓസോൺ ലെയറിന് വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരും ആദിപ്പെടുന്ന കാലമാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ പരിസ്ഥിതി മലിനീകരിക്കപ്പെടുന്നതുകൊണ്ട്, നമ്മുടെ ജീവിതം അസന്തുലിതമായി തീരുന്നതുകൊണ്ട്, നമ്മുടെ ജീവിതം പ്രകൃതി വിരുദ്ധമായി തീരുന്നതുകൊണ്ട് ഈ ആകാശത്തിന്റെ മേൽപ്പുരക്ക് അഥവാ ഓസോൺ ലെയറിന് കോസ്മിക് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വായുമണ്ഡലത്തെ ഭദ്രമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ഉൽക്കാപതനങ്ങളിൽ നിന്ന് ഭൂമിയെ കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കാലാവസ്ഥയെപ്പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓസോൺ പാളികൾക്ക് പ്രകൃതി വിരുദ്ധമായ മനുഷ്യന്റെ ജീവിതം വിള്ളലുകളും തുളകളും ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പരിസ്ഥിതി മലിനീകരണം പ്രത്യേകം നമ്മൾ നിയന്ത്രിക്കണം, ശ്രദ്ധിക്കണമെന്ന് ഈ ലോക പരിസ്ഥിതി ദിനമൊക്കെ ആചരിച്ചുകൊണ്ട് നിരന്തരം നമ്മൾ പ്രബോധനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഓസോൺ ലെയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓസോൺ ലെയർ എന്ന് പറഞ്ഞ ഈ സംഗതിയെ പരിഹാസമാത്രമാക്കിയത് ശാസ്ത്രവാദികളായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു ഗോളം നിശ്ചലമാണെന്ന് പറയുക, പിന്നെ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുക, ഒരു കാലഘട്ടത്തിൽ ഒരു സാധനം ഇല്ലെന്ന് പറയുക, പിന്നെ അതുണ്ടെന്നും അതിനെ സംരക്ഷിക്കണമെന്നും അതിന് നമ്മൾ മുൻകൈയെടുക്കണമെന്നും പറയുക. ഞാൻ സൂചിപ്പിക്കുന്നത്, മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയിൽ നിന്നുണ്ടാവുന്ന വിജ്ഞാനത്തിന്റെ ലോകമെന്ന നിലക്ക് ശാസ്ത്രത്തിൽ തിരുത്തലുകൾ സ്വാഭാവികമാണ്. കാരണം അത് മനുഷ്യന്റെ പരിമിതമായ വിജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മനുഷ്യന്റെ എല്ലാ അറിവുകളും കൂടി സമാഹരിച്ചാൽ എന്തുമാത്രമുണ്ടാകും? ഒരു ചെറിയ അംശം തുലവും തുച്ഛമായ ഒരു അറിവുകളുടെ സാകല്യമാണത് എന്ന് വിശുദ്ധ ഖുർആൻ. ഒമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഖുർആൻ ഒമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഖലീൽ എന്നാണ്. വളരെ തുച്ഛം. നിങ്ങളെല്ലാവരും കൂടി കണ്ടെത്തുന്ന ഈ ശാസ്ത്രവിജ്ഞാനങ്ങളിലെ സത്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം പരമ തുച്ഛമാണ്, വളരെ വളരെ പരിമിതമായ വിജ്ഞാനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ശാസ്ത്രത്തിന്റെ ലോകമെന്ന് പറയുന്നത് നിഗമനങ്ങളുടെ ലോകമാണ്. അത് ആത്യന്തികമായ സത്യത്തിന്റെ ലോകമല്ല എന്ന് നമ്മൾ അറിയണം. അതേസമയത്ത് ശാസ്ത്രത്തെ ആക്ഷേപിക്കുന്നില്ല. ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ, ചിന്തകൾ, പഠനങ്ങൾ ഇത് ധാരാളമായിട്ട് നടക്കണം. അത് മനുഷ്യൻ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ കഴിവുകളാണ്. അക്ഷരങ്ങളുടെ അറിവിന്റെ ലോകത്തേക്ക് മനുഷ്യനെ ആനയിച്ചത് അല്ലാഹു തന്നെയാണല്ലോ. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ഷരങ്ങളുടെ അക്ഷയമായ ലോകത്തേക്ക് പ്രവേശനം നൽകിയെന്ന്, അഥവാ ആദ്യം അങ്ങനെ ഒരു പ്രവേശനോത്സവം അല്ലാഹു തന്നെയാണ് നടത്തിയതെന്ന് പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എല്ലാ ഇസ്മുകളും ആദമിനെ പഠിപ്പിച്ചു. എല്ലാ ഇസ്മുകളും. ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ നാമങ്ങൾ. നാമങ്ങളുടെ ലോകം അല്ലാഹു ആദമിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന്. കാരണം നാമങ്ങളിലൂടെയാണ് അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ, ആൽഫബറ്റ് പഠിപ്പിക്കാൻ, അക്ഷരമാല പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ആ നാമങ്ങളിലൂടെ
വിജ്ഞാനത്തിന്റെ അറിവിന്റെ ലോകത്തേക്കുള്ള പ്രവേശനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ വിജ്ഞാനങ്ങളെ സംബന്ധിച്ച് ആദം അലൈഹിസ്സലാമിന് അറിവ് കൊടുത്തു. എന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ ഹാജരാക്കി ഈ നാമങ്ങൾ പറഞ്ഞു തരൂ, ഈ വസ്തുക്കളുടെ പേരുകൾ പറയൂ എന്ന് മാലാഖമാരോട് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ആദമിനോടുള്ള പറഞ്ഞു കൊടുക്കൂ. ആദം അലൈഹിസ്സലാം അത് പറഞ്ഞു കൊടുത്തു എന്ന് വിശദീകരിച്ചുകൊണ്ട് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാ വിജ്ഞാന നാമങ്ങളും അഥവാ വിജ്ഞാനങ്ങളുടെ ലോകങ്ങളും ഭാഷയുടെ സാമ്രാജ്യവും ആദം അലൈഹിസ്സലാമിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ വിജ്ഞാനത്തിന്റെ അന്വേഷണ മാർഗത്തിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നേരത്തെ പറഞ്ഞ അൽ ഇൽമിലേക്ക് എത്തിക്കുന്ന ഇൽമുകളാണ് ശാസ്ത്രമടക്കമുള്ള എല്ലാ ഇൽമുകളും. അതുകൊണ്ട് നിങ്ങൾ ഈ മാർഗത്തിൽ പര്യവേക്ഷണം നടത്തൂ, ഗവേഷണം നടത്തൂ, പഠിക്കൂ, മനനം ചെയ്യൂ എന്ന് നിരന്തരമായിട്ട് ഖുർആൻ ആഹ്വാനം ചെയ്യും. ഖുർആനിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകളാണ് അഖലും ഫിക്റും. ഒരാവർത്തി ഖുർആൻ വായിച്ചവർക്കൊക്കെ അറിയാം. അഖല് ബുദ്ധിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്, ഫിക്ർ ചിന്തയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, പ്രകൃതിയിലേക്ക് നോക്കുന്നില്ലേ? അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നോക്കൂ, പ്രപഞ്ചത്തിന്റെ മറ്റുള്ള പ്രതിഭാസങ്ങളിലേക്ക് നോക്കൂ. നേരത്തെ പറഞ്ഞ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വജഅൽന സ്സമാഅ സഖഫൻ മഹ്ഫൂളൻ വഹും അൻ ആയാതിഹാ മുഅ്രിളൂൻ. പക്ഷേ നമ്മുടെ ഈ ആയത്തുകളെക്കുറിച്ച്, ഈ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അവഗണനയോടുകൂടി കടന്നു പോവുകയാണ് ഈ ആളുകൾ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ശാസ്ത്രത്തിൽ മുന്നേറാൻ ഖുർആൻ പറയുന്നു. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആദ്യകാല തലമുറകൾ ശാസ്ത്രത്തിന്റെ ലോകത്ത് ഏറ്റവും വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചത് എന്ന് നമ്മൾ അറിയണം. യൂറോപ്പ്, പാശ്ചാത്യ ലോകം ഇരുട്ടിലായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അവർക്ക് ശാസ്ത്രവിജ്ഞാനത്തിന്റെ വെളിച്ചം നൽകിയത് വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രചോദനം നേടിയ അറബികളും മുസ്ലിങ്ങളുമായിരുന്നു എന്നത് അനിഷേധ്യമായ ഒരു സത്യമാണ്. ചില വിജ്ഞാന ശാഖകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങളുടെ സംഭാവനകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ആൽജിബ്ര, ഗണിതത്തിൽ നമുക്കറിയാം, ബീജഗണിതം എന്ന് പറയുമ്പോൾ തന്നെ അൽ ഖുവാരിസ്മിയുടെ അൽജബ്ര എന്ന കിതാബിന്റെ പേരാണ് അൽജിബ്രയായി മാറിയത് എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ എത്രയോ സംഗതികൾ. അവരൊക്കെ വിശുദ്ധ ഖുർആൻ വലിച്ചെറിഞ്ഞ മിസ്റ്റർമാരായിരുന്നില്ല, വിശുദ്ധ ഖുർആന്റെ ഹാഫിദീങ്ങളായിരുന്നു പലരും. ഇബ്നു സീനയെ പോലുള്ള, അല്ലാമ ഇബ്നു റുഷ്ദിനെ പോലുള്ള, അല്ലാമ ഇബ്നു ഖൽദൂനെ പോലുള്ള എത്രയോ ആളുകൾ ശാസ്ത്രമേഖലകളിൽ അവരുടെ വൈദഗ്ധ്യം വിശുദ്ധ ഖുർആനിൽ നിന്ന് സ്വീകരിച്ച പ്രചോദനം കൊണ്ട് ലോകത്ത് അടയാളപ്പെടുത്തിയവരായിരുന്നു. ഞാൻ പറഞ്ഞ മുഹമ്മദ് ഇബ്നു ഈസ അൽ ഖുവാരിസ്മി അൽജബർ, അദ്ദേഹത്തിന്റെ ആ കിതാബ് തന്നെ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരമകാരുണികനും ദയാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിലാണ് അദ്ദേഹത്തിന്റെ പഠനത്തെ സമർപ്പിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, ഹംദ് രേഖപ്പെടുത്തി, പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വലാത്ത് രേഖപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ആ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞു വരുന്നത് ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ ധാരാളം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. യൂറോപ്പിന് ശാസ്ത്രത്തിന്റെ വെളിച്ചമായി തരുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ശാസ്ത്രത്തിന്റെ മേഖലയിൽ മുന്നേറണം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയണം, ശാസ്ത്രത്തിന്റെ മേഖല എന്ന് പറയുന്നത് നിഗമനങ്ങളുടെ ഒരു ലോകമാണ്, തെറ്റുപറ്റുന്നവരുടെ ലോകമാണ്. അതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെങ്കിലും ഐസക് ന്യൂട്ടനാണെങ്കിലും സ്റ്റീഫൻ ഹോക്കിംഗ് ആണെങ്കിലും ഏത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരോ ആയ സയന്റിസ്റ്റുകളാണെങ്കിലും അവരൊക്കെ തെറ്റുപറ്റാനിടയുള്ള കേവലം മനുഷ്യർ മാത്രമാണ്. ആ പരിമിതമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നടത്തുന്ന പഠനം മാത്രമാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. മനുഷ്യന്റെ കയ്യിലുള്ള രണ്ടാമത്തെ വിജ്ഞാനശാഖ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമുക്ക് വിശദീകരിക്കാം, ഫിലോസഫിയുടെ ഇൽമാണ്, അഥവാ തത്വചിന്തയുടെ ഇൽമാണ്. സയൻസിലൂടെ ലഭ്യമായ അറിവുകളുടെ വെളിച്ചത്തിൽ മനുഷ്യന്റെ യുക്തിചിന്ത നടത്തുന്ന അതീത ലോകങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ഫിലോസഫി അഥവാ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ സയന്റിസ്റ്റുകളെക്കാൾ അബദ്ധപ്പെടാൻ സാധ്യതകൾ ധാരാളമുള്ള മേഖലയാണ്. കാരണം വെറും ഊഹാനുമാനങ്ങൾ മാത്രമാണ്. കാർൽ മാർക്സിനെ മനസ്സിലാക്കുമ്പോൾ, ദരീദയെ മനസ്സിലാക്കുമ്പോൾ, ബെറ്റന്റ് റസ്സലിനെ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകം കണ്ട ബുദ്ധിജീവികളെയും ദാർശനികരെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അർത്ഥത്തിൽ തിരിച്ചറിയണം, അവരൊക്കെ ഒരുപക്ഷേ ശാസ്ത്രകാരന്മാരെക്കാൾ ധാരാളം തെറ്റുപറ്റാനിടയുള്ള ശാസ്ത്രം കണ്ടെത്തിയ വസ്തുതകളുടെ വെളിച്ചത്തിൽ അവരുടെ യുക്തിചിന്ത നടത്തുന്ന അന്വേഷണം മാത്രമാണ്, ഊഹാനുമാനങ്ങളും നിഗമനങ്ങളും മാത്രമാണ് യഥാർത്ഥത്തിൽ തത്വചിന്തയെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇതാണ് മനുഷ്യന്റെ കയ്യിലുള്ള രണ്ടാമത്തെ ഇൽമിന്റെ സ്രോതസ് എന്ന് പറയും. മൂന്നാമത്തെ വിജ്ഞാനത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് വഹിയിന്റെ ഇൽമാണ്.
വെളിപാടിന്റെ വിജ്ഞാനം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തെരഞ്ഞെടുത്ത പ്രവാചകന്മാരിലൂടെ ലോകത്തിന് നൽകിയ സന്മാർഗത്തിന്റെ ദൈവിക ഹിദായത്തിന്റെ വിജ്ഞാനം. വേണമെങ്കിൽ നുബുവത്തിന്റെ അറിവെന്നോ ഹിദായത്തിന്റെ അറിവെന്നോ നമുക്ക് പറയാം. ആ വിജ്ഞാനമാണ് യഥാർത്ഥത്തിൽ അൽ ഇൽമു അഥവാ ആധികാരിക ജ്ഞാനം എന്ന് പറയുന്നു. ബാക്കിയുള്ളതെല്ലാം ആപേക്ഷിക ജ്ഞാനങ്ങളാണ്. ആധികാരികമായ സമ്പൂർണമായ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു ജ്ഞാനസാഗലോകത്തുണ്ടെങ്കിൽ, മനുഷ്യന്റെ കൈവശമുണ്ടെങ്കിൽ, അത് കാലാകാലങ്ങളിൽ അംബിയാ റസൂലുകളിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പകർന്നു നൽകിയ ഈ ഹിദായത്തിന്റെ വിജ്ഞാനമാണ് എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടതിന് തെറ്റുപറ്റുകയില്ല? അള്ളാഹുവിൽ നിന്നാണ് അത് വരുന്നത് എന്നതുകൊണ്ടാണ് അതിന് തെറ്റുപറ്റാത്തത്. ബാക്കിയുള്ള എല്ലാ വിജ്ഞാനശാഖകളും വരുന്നത് പരിമിതമായ കഴിവുകളുള്ള മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നാണ്. ഇവിടെ തെറ്റുപറ്റാനിടയില്ലാത്ത ത്രികാലജ്ഞനായ റബ്ബിൽ നിന്നാണ്. ലാ തുദ്രിക്കുഹുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. വിശുദ്ധ ഖുർആൻ കണ്ണുകൾ അവനെ പ്രാപിക്കുകയില്ല, പക്ഷേ കണ്ണുകളെ അവൻ പ്രാപിക്കും. അവൻ സൂക്ഷ്മമായ അറിവുള്ളവനാണ്, അഗാധജ്ഞനാണ്. വഹുവൽ ലത്തീഫുൽ ഖബീർ. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവനാണ് ആദ്യൻ, അവനാണ് അന്ത്യൻ, അവനാണകം, അവനാണ് പുറം. വഹുവ ബികുല്ലി ശൈഇൻ അലീം. എല്ലാത്തിനെ കുറിച്ചും സമ്പൂർണമായ ഇൽമുള്ളത് അവനാകുന്നു. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു. അവന്റെ പക്കലാണ് അദൃശ്യങ്ങളുടെ താക്കോലുകൾ മുഴുവൻ. ലാ യഅലമുഹാ ഇല്ലാഹു. അവനല്ലാതെ മറ്റാരും അതറിയുന്നില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കരയിലുള്ളതവൻ അറിയുന്നു, കടലിലുള്ളതവൻ അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരില ഒഴിയുന്നില്ല അവന്റെ അറിവിൽപ്പെടാതെ. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നു, ഏതോ ആഫ്രിക്കൻ വനാന്തരത്തിൽ ഒരു ഇല ഒരു ചെടിയിൽ നിന്ന് ഒരു മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നത് അല്ലാഹുവിന്റെ അറിവോടുകൂടിയാകുന്നു. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ. ഭൂമിയുടെ ഏതോ ഇരുണ്ട ഭാഗങ്ങളിൽ ഒരു ധാന്യമണിയിരിക്കുന്നത് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അറിവിലുണ്ട്. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഉണങ്ങിയതോ പച്ചയോ ആയ എല്ലാ വസ്തുക്കളും ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു മൂലപ്രമാണത്തിൽ രേഖയുണ്ടതിനൊക്കെ. ഇതൊക്കെ അല്ലാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരുടെ മുന്നിലുള്ളതവൻ അറിയും, പിന്നിലുള്ളതവൻ അറിയും. ഭൂതമറിയാമവന്, വർത്തമാനമറിയാം, അതുപോലെ ഭാവിയും അറിയാം. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അവൻ ഉദ്ദേശിച്ചതല്ലാതെ അറിവിന്റെ ലോകത്തു നിന്നൊന്നും അവർ യഥാർത്ഥത്തിൽ നേടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇങ്ങനെയുള്ള ത്രികാലജ്ഞനായ തമ്പുരാൻ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ ഖദീറും മുഖ്തദിറുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെയുള്ള അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ് വെളിപാടിന്റെ വിജ്ഞാനം എന്ന് പറയുന്നത്. ആ നുബുവത്തിന്റെ വിജ്ഞാനം മനുഷ്യന് നൽകാൻ വേണ്ടി അവൻ സ്വീകരിച്ച മാർഗം വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ്. അല്ലാഹു ആ ദൃശ്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരില്ല. വലാകിൻ അല്ലാഹു യജ്തബീ മിർ റുസുലിഹി. മനുഷ്യരിൽ നിന്ന് അവൻ തനിക്ക് ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു, എന്നിട്ട് അവരിലൂടെ നൽകുകയാണ് ചെയ്യുന്നത്. ഫആമിനൂ ബില്ലാഹി വറസുലിഹി. അതുകൊണ്ട് അല്ലാഹുവിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കൂ, അല്ലാഹുവിന്റെ ദൂതന്മാരിൽ അർപ്പിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈ ഹിദായത്തിന്റെ ഇൽമ്, ഈ നുബുവത്തിന്റെ ഇൽമ്, ആ ഇൽമിന്റെ വെളിച്ചത്തിലാകണം മറ്റെല്ലാ ഇൽമുകളെയും തള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ മനുഷ്യൻ. ആ ഇൽമിന്, ആ ഹിദായത്തിന്റെ വിജ്ഞാനത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്. ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ അല്ലാഹു അദ്ദേഹത്തോട് പറയുന്നു, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു പറയുകയാണ്, വേണ്ടതെല്ലാം ഭൂമിയിൽ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം, കഴിക്കാൻ വിവിധങ്ങളായ ആഹാരപദാർത്ഥങ്ങൾ, ശ്വസിക്കാൻ ഓക്സിജൻ എന്ന് വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം. പക്ഷെ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം? ഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ. എന്നിൽ നിന്നൊരു ഹിദായത്ത് വന്നു കിട്ടും, ഇപ്പറഞ്ഞ സന്മാർഗത്തിന്റെ വെളിച്ചം വന്നു കിട്ടും. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പോൾ ആ ദൈവിക സന്മാർഗത്തെ പിൻപറ്റുന്നവരാരോ അവർക്ക് പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ദുഃഖവും ഭീതിയുമില്ലാത്ത ഒരു ജീവിതാവസ്ഥ അല്ലാഹു അവർക്ക് നൽകും, മിഹത്തിലും പരത്തിലുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ. ഈ ഹിദായത്താണ്, ഈ ഹുദയുടെ വിജ്ഞാനമാണ് നമ്മുടെ സയൻസിനെ നയിക്കേണ്ടത്. ഈ ഹുദയുടെ വിജ്ഞാനമാണ് നമ്മുടെ ഫിലോസഫിയെ നയിക്കേണ്ടത്.
ഈ ഹുദയുടെ വിജ്ഞാനമാണ് നമ്മുടെ കലയെ നയിക്കേണ്ടത്. ഈ ഹുദയുടെ വിജ്ഞാനമാണ് നമ്മുടെ സാഹിത്യത്തെ നയിക്കേണ്ടത്, നമ്മുടെ സാങ്കേതിക വിദ്യയെ നയിക്കേണ്ടത്. മനുഷ്യൻ സമാർജിച്ചെടുത്ത സകല വിജ്ഞാനങ്ങളെയും ഈ ഹുദയാൽ അവയൊക്കെ നയിക്കപ്പെടുമ്പോഴാണ് മനുഷ്യനത് ഉപകാരപ്രദമാവുക എന്ന് നമ്മൾ അറിയണം. അല്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഈ ഇൽമുകളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും വലിയ നാശമായി തീരും. അല്ലാഹ് പറഞ്ഞു, ഈ ഹിദായത്തിനെ നിങ്ങൾ പിന്തുടർന്നാൽ ദുഃഖവും ഭീതിയുമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. അപ്പോഴാണ് ഇതൊക്കെ നമുക്ക് പ്രയോജനകരമായി ഭവിക്കുക. ഈ ഹുദയാൽ സയൻസ് നയിക്കപ്പെട്ടില്ലെങ്കിൽ, ഫിലോസഫി നയിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നാശമായി തീരും മനുഷ്യന്. അതാണ് നമ്മൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും വിയറ്റ്നാമിലും ഒക്കെ കണ്ടത്. E=mc² എന്നത് ഏറ്റവും പ്രസിദ്ധമായ, ഒരുപക്ഷെ സയൻസിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു സമവാക്യമാണ് എന്ന് നമുക്കറിയാം. ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റാം, ഊർജ്ജത്തെ ദ്രവ്യമാക്കി മാറ്റാം. ഈ മഹത്തായ ശാസ്ത്രീയ കണ്ടുപിടുത്തം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത് ലോകം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന സയന്റിസ്റ്റ് ആയിരുന്നു. പക്ഷേ ആ സമവാക്യം മനുഷ്യരാശി എന്തിനുപയോഗപ്പെടുത്തി? ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് മനുഷ്യരെ ക്രൂരമായിട്ട് കൂട്ടകശാപ്പ് നടത്താൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ, ഈ ഹുദയാൽ സയൻസ് നയിക്കപ്പെട്ടില്ല, ഈ ഹുദയാൽ ഫിലോസഫി നയിക്കപ്പെട്ടില്ല, ഈ ഹുദയാൽ കലാസാഹിത്യങ്ങൾ നയിക്കപ്പെടുന്നില്ല. അവിടെ മനുഷ്യന് അത് ഏറ്റവും വലിയ ഭീഷണിയായി, ദുരന്തമായി മാറുകയാണ്. അതുകൊണ്ട് ഹുദയാൽ ഇതൊക്കെ നയിക്കപ്പെടുന്ന അന്തരീക്ഷമുണ്ടാകണം. ഇങ്ങനെ ഹുദയാൽ നയിക്കപ്പെടണമെങ്കിൽ ആ ഹിദായത്തിന്റെ പ്രകാശത്തിൽ വിഷയങ്ങളെ മനസ്സിലാക്കുവാൻ, വിജ്ഞാനങ്ങളെ തിരിച്ചറിയുവാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതുണ്ട്. ആ ഹിദായത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ വിജ്ഞാനങ്ങളെയും വിലയിരുത്താൻ കഴിയണം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ എക്കണോമിക്സ് പഠിക്കുന്നു, അവർ ധനതത്വശാസ്ത്രം പഠിക്കുന്നു. ആരുടെ ധനതത്വശാസ്ത്രം? ആരുടെ എക്കണോമിക്സ് ആണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ റാങ്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? അത് ആഡം സ്മിത്തിന്റെ എക്കണോമിക്സ് ആണ്. ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ഇവിടെ ആഡം സ്മിത്തിന്റെ ധനതത്വശാസ്ത്രത്തെ ഈ ദൈവികമായ സന്മാർഗത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കാനും വിശകലനം നടത്താനും മുസ്ലിം ഉമ്മത്തിലെ വിദ്യാർത്ഥികൾക്ക് കഴിയണം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമധേയത്തിൽ വായിക്കുക. അതെന്ത് വായിക്കുമ്പോഴും ബിസ്മി ചൊല്ലണം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ ലോകരക്ഷിതാവായ അള്ളാഹു നിനക്ക് പ്രദാനം ചെയ്ത സന്മാർഗത്തിന്റെ വെളിച്ചത്തിൽ ഈ സാമ്പത്തിക ശാസ്ത്രത്തെ വായിച്ചെടുക്കുവാൻ നിനക്ക് കഴിയണം. അപ്പൊ ആഡം സ്മിത്തിന് എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാകും. മുതലാളിത്തത്തിന് എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാകും. ആ ദൈവിക സന്മാർഗത്തിന്റെ വെളിച്ചത്തിൽ ബയോളജി പഠിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ഡാർവിന് സംഭവിച്ച അബദ്ധം എന്താണ് എന്നൊരു കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുക. ഈ അർത്ഥത്തിലായിരിക്കണം സാർത്ഥകമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനൊന്നാമതായി വേണ്ടത് ഈ ദൈവികമായ സന്മാർഗത്തെക്കുറിച്ചുള്ള അടിത്തറ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാ ഇതര ഇൽമുകളും അൽ ഇൽമിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അൽ ഇൽമു മഅരിഫത്തുൽ ഹുദാ, ഈ സന്മാർഗത്തെ ശരിയായിട്ട് അറിയലാണ് യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യന്റെ ഈ വിജ്ഞാന ശാഖകളെല്ലാം അവനെ നയിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അല്ലാഹ് പറഞ്ഞു, ഈ പ്രപഞ്ച സംവിധാനങ്ങൾ, ഈ പ്രതിഭാസങ്ങൾ, ദൈവിക ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ, അഥവാ ശാസ്ത്രത്തെ ശരിയായി മനസ്സിലാക്കുന്നവർ അവസാനം എത്തിച്ചേരുന്നത് അള്ളാഹുവിനുള്ള വിധേയത്വത്തിലേക്കായിരിക്കും. ഈ രീതിയിൽ എത്തിക്കുന്ന വിദ്യാഭ്യാസം ഏതോ അതാണ് യഥാർത്ഥത്തിൽ ശരിയായ വിദ്യാഭ്യാസം എന്ന് നമ്മൾ അറിയണം. ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യം മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പറഞ്ഞ എല്ലാ ഭൗതികവാദികളും പഠിപ്പിക്കുന്ന അവരുടെ ഭൗതിക സിദ്ധാന്തങ്ങൾ, ഭൗതിക ശാസ്ത്രങ്ങൾ അതുപോലെ തന്നെ വിഴുങ്ങുകയും ദൈവിക സന്മാർഗത്തിന്റെ വെളിച്ചത്തിൽ ഒരു വിശകലനത്തിന് വിധേയമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഡാർവിനിസത്തിന്റെ വക്താക്കളായി മാറുന്നു, ഏറ്റവും വലിയ മുതലാളിത്തത്തിന്റെ വക്താക്കളായി മാറുന്നു, ഏറ്റവും വലിയ കമ്മ്യൂണിസത്തിന്റെ വക്താക്കളായി മാറുന്നു. കാരണം അവരൊക്കെ തെറ്റുപറ്റാത്ത ആളുകളായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ തെറ്റുപറ്റുന്ന ഈ ശാസ്ത്രശാഖകളെ മുഴുവൻ തെറ്റുപറ്റാത്ത അന്യൂനമായ അൽ ഇൽമിന്റെ അഥവാ ദൈവിക സന്മാർഗത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കുവാൻ മുസ്ലിം ഉമ്മത്തിന് സന്നദ്ധമാകേണ്ടതുണ്ട്. നമുക്കറിയാം, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാവിലെ അങ്ങനെ നടന്നു പോകുമ്പോൾ പലപ്പോഴും
പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള സംഭവമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടുന്നു. ആരാണ് മുആദ് ബിൻ ജബൽ? ഞാൻ വിശദീകരിക്കേണ്ട, അഅലമു ഉമ്മത്തി എന്ന് റസൂൽ വിശദീകരിച്ച അഭിനന്ദിച്ച സഹാബിയാണ് മുആദ് ബിൻ ജബൽ. എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി, എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പണ്ഡിതന്മാർ എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ മുആദ് ബിൻ ജബലായിരിക്കും ആ പണ്ഡിതന്മാരുടെ ഇമാമ് എന്ന് റസൂൽ വിശദീകരിച്ച മുആദ്. പ്രവാചകൻ ഒരു സാധാരണ ചോദ്യം ചോദിച്ചു രാവിലെ കണ്ടപ്പോൾ, കൈഫ അസ്ബഹത യാ മുആദ്, മുആദ് നീ എങ്ങനെയാണ് നേരെ കുളിപ്പിച്ചത്? മുആദിന്റെ മറുപടി, അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖൻ യാ റസൂലല്ലാഹ്, അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ദൂതരെ, ഒരു യഥാർത്ഥ മുഅ്മിനായിട്ടാണ് ഞാൻ നേരെ കുളിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ ചോദ്യം, ഇന്ന ലികുല്ലി ഹഖ്ഖിൻ ഹഖീഖ, ഇന്ന ലികുല്ലി ഹഖ്ഖിൻ ഹഖീഖ, തീർച്ചയായും എല്ലാ സത്യത്തിനും അതിന്റേതായ അനന്തരഫലങ്ങൾ, പ്രതിഫലനങ്ങൾ ഉണ്ടാകുമല്ലോ. ഫമാ ഹഖീഖത്തു ഈമാൻ, താങ്കളുടെ സത്യത്തിന്റെ, താങ്കളുടെ ഈമാനിന്റെ, വിശ്വാസത്തിന്റെ പ്രതിഫലനം എന്താണ് എന്ന് പ്രവാചകന്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരമുണ്ടോ? വൈകുന്നേരം വരെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് ചിന്തിക്കാത്ത ഒരു രാവിലെയും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. ഒരു പ്രഭാതം വരെയും ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് ചിന്തിക്കാത്ത ഒരു പ്രദോഷവും എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല. പരലോകം ഞാൻ എന്റെ കണ്ണിലെന്ന പോലെ കാണുകയാണ്. സ്വർഗവാസികളെ കാണുന്നു, നരകവാസികളെ കാണുന്നു. നരകത്തിൽ അവരനുഭവിക്കുന്ന ശിക്ഷകൾ, സ്വർഗത്തിൽ അവരനുഭവിക്കുന്ന സുഖങ്ങൾ ഞാൻ എന്റെ കണ്ണാലെന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് റസൂലേ എന്ന് പ്രവാചകനോട് മുആദിന്റെ മറുപടി. റസൂലുള്ള പറഞ്ഞു, അറഫ്തയാ മുആദ്, അറഫ്തയാ മുആദ്, മുആദേ നീ ജ്ഞാനിയായിരിക്കുന്നു. ഇതിനാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അതാണ്. സയൻസിലൂടെ, കലാസാഹിത്യങ്ങളിലൂടെ, പ്രകൃതി പ്രതിഭാസങ്ങളുടെ പഠനത്തിലൂടെ നമ്മൾ പഠിക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളിലൂടെയും ആത്യന്തികമായിട്ട് എത്തിച്ചേരേണ്ട ഒരു ബോധോദയത്തിന്റെ ലോകം, ഒരു ജ്ഞാനോദയത്തിന്റെ ലോകം. പ്രവാചകൻ പറഞ്ഞു, അറഫ്ത, താങ്കൾ ഇപ്പോൾ ജ്ഞാനിയായിരിക്കുന്നു, ഈ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്ന് ഈ സമുദായം കണ്ട ഏറ്റവും മഹാനായ പണ്ഡിതൻ, പ്രവാചകന്റെ ശിഷ്യൻ, 33-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടുപോയ മുആദ് ബിൻ ജബലിനോട് പ്രവാചകൻ പറഞ്ഞല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസത്തെ മുഴുവൻ ഇസ്ലാമീകരിക്കാനുള്ള ഒരു ഉള്ളടക്കം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നതിലാണ് യഥാർത്ഥത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നാഥന്റെ നാമത്തിൽ സയൻസിനെ വായിച്ചെടുക്കുവാൻ, ഫിലോസഫിയെ വായിച്ചെടുക്കുവാൻ, കലാസാഹിത്യങ്ങളെ വായിച്ചെടുക്കുവാൻ, സാങ്കേതിക വിദ്യകളെ ഐടിയെ വായിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നെല്ലും പതിരും വേർതിരിക്കുവാൻ നമ്മുടെ തലമുറകൾക്ക് സാധ്യമാകൂ. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.